CPIM-ൽ നിന്ന് വിട്ടുമാറിയ എല്ലാ നേതാക്കളുമായും ചർച്ച നടത്തുമെന്ന് PV അൻവർ. ഇവരുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിന്റെ രൂപം UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കും. ധർമ്മടത്ത് പിണറായി തോറ്റാലും അത്ഭുതപ്പെടാനില്ല. ബേപ്പൂരിൽ റിയാസ് തോറ്റു കഴിഞ്ഞു. പിണറായിയാണോ മരുമകനാണോ പ്രതിപക്ഷ നേതാവ് ആകുകയെന്നത് ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കട്ടെ എന്നും PV അൻവർ. യഥാർത്ഥ ലെഫ്റ്റിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ നാളെ പിണറായിയുടെയും സംഘത്തിൻ്റെയും പീഡനത്തിന് വിധേയമാകാൻ പാടില്ലായിരുന്നു. അതിനുള്ളൊരു ഐക്യമാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്കല്ല. ഒരു സംരക്ഷണം, ഒരു കൂട്ടായ്മ ഇവിടെ വേണം. ആരും ഒറ്റപ്പെട്ടില്ല, ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതെ അതെ അതെ. സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, CPIM വിട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ G സുധാകരൻ, TK ഗോവിന്ദൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇവരെല്ലാം സംയോജിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണോ അൻവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ശരി. ഇത്തരത്തിലുള്ള ഒരു ശ്രമമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് സൂചന. അതിന്റെ ഭാഗമായാണ് മലമ്പുഴയിൽ മത്സരിച്ച മുൻ VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിട്ടുള്ള A സുരേഷിനെ സന്ദർശിക്കാൻ വേണ്ടി PV അൻവർ എത്തിയത്. അതിൽ പ്രധാനമായും PV അൻവർ പിണറായി വിജയനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് നടത്തിയത്. പിണറായി വിജയനാണോ അതോ മരുമകൻ മുഹമ്മദ് റിയാസ് ആണോ അടുത്ത പ്രതിപക്ഷ നേതാവ് ആവുന്നത് എന്നത് മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്ന കാര്യമാണ് PV അൻവർ വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ കോൺഗ്രസിനെ പുകഴ്ത്തിക്കൊണ്ടും PV അൻവർ രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് UDF നേതൃത്വം അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിമാരാവാൻ വേണ്ടി നിരവധി പേരുണ്ട്. അതിൽ KC-യും VD സതീശനും രമേശ് ചെന്നിത്തലയും തനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ് എന്ന കാര്യം തന്നെയാണ് PV അൻവർ വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റാലും ഒരു അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ജയിച്ചാൽ പോലും 10,000-ഓളം വോട്ട് മാത്രമാണ് പിണറായി വിജയന് ലഭിക്കുകയുള്ളൂ എന്ന കാര്യമാണ് PV അൻവർ വ്യക്തമാക്കിയത്. അത്തരത്തിൽ CPM-നെ കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് PV അൻവറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. സരിക. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.